Hi friends, welcome back to shehrusfeast. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എഗ് റെസിപ്പിയാണ് എഗ് മലായ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ 6 എഗ് പുഴുങ്ങിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 വലിയ ഉള്ളി കൊത്തി അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ അസീൽ, 280 ml മിൽക്ക്, 4 പച്ചമുളക്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 കപ്പ് മല്ലിയില, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 സ്പൂൺ ജീരകപ്പൊടി. അടുത്തതായി നമുക്ക് എടുത്തു വെച്ച ഉള്ളിയും പച്ചമുളകും ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത് ഞാൻ ഇവിടെ അടിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തതായി നമുക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അസീൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ നമുക്ക് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിൻ്റെ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും കൂടി അടിച്ച ഗ്രേവി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായി വറ്റി വരുന്നവരെ ഒരു 15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. നമ്മൾ ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി വറ്റിയാൽ നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇതാ നന്നായി വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ചിട്ട് നമുക്ക് സ്പൈസസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി കുറച്ച് ഡ്രൈ ആയിട്ടാണ് നിൽക്കുക. അപ്പം പാലൊഴിച്ചിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം മാത്രമാണ് ഞാൻ ഇവിടെ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം തിള വന്നിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ച സ്പൈസസ് ഒക്കെ ഇതിലിട്ടിട്ട് ഇനിയും നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് തിള വരുമ്പോൾ നമുക്ക് മുറിച്ച് വെച്ച എഗ്ഗൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 പീസാക്കിയിട്ടത് മസാലകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പിടിച്ച എഗ്ഗിന് പ്രത്യേക ടേസ്റ്റാണ്. ഇനി എഗ്ഗെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സാധാരണ എഗ്ഗ് കറി ഉണ്ടാക്കുന്ന പോലെയല്ല, ഇത് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും, കുട്ടികൾക്കും നമുക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കറിയാണ്. ഞാനിതാ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് നിറച്ച് മല്ലിയില എടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കറിനേക്കാളും കൂടുതലായിട്ട് ഇതിലേക്ക് മല്ലിയില യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനി അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൈ ബൈ.